بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൽ ഖസസ് 60 മുതൽ 62 വരെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. وَمَا أُوتِيتُم مِّن شَيْءٍ. ഇവിടെ വമാ എന്നതിലെ അലിഫിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അഥവാ ഈ ദീർഘം ഒഴിവാക്കി 2 ഹറക്കത്തിന്റെ അളവിലുള്ള തബീഇയ ദീർഘം മാത്രം മതിയാക്കി വമാ ഊതീതും എന്ന് വേണമെങ്കിലും പാരായണം ചെയ്യാൻ അനുവാദമുണ്ട് എന്നർത്ഥം. ഊതീതും മിൻ ശൈഇ. ഊതീതും എന്നതിലെ ഹംസയുടെ ദീർഘം തബീഇയാണ്, അതിൽ കൂടുതൽ ദീർഘിപ്പിക്കേണ്ടതില്ല. എന്നാൽ അത് മദ്ദുൽ ബദൽ എന്ന ഗണത്തിൽ വരുന്നതാണ്. ഊതീതും എന്ന പദത്തിന്റെ അന്ത്യത്തിലുള്ള സാക്കിനത്ത മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ശഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി അല്ലെ മുത്തമാസിലൈനി സഗീർ എന്നൊക്കെ പേര് പറയാവുന്ന ഇദ്ഗാമാണ്. സാക്കിനത്ത മീമായതുകൊണ്ടാണ് ശഫവി എന്ന് പേര് നൽകുന്നത്. എന്തായാലും ഒറ്റ മുശദ്ദദത്തായ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അതാണ് ഇവിടുത്തെ ഇദ്ഗാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീൻ ഷൈഇ എന്ന് പറയുമ്പോൾ സാക്കിനത്തായ നൂൻ ശേഷം ഷീന് ഇഖ്ഫാ ഹഖീഖി നൽകി നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, മറച്ചു മണിക്കുക. മീൻ എന്ന് ക്ലിയറാക്കാതെ മീൻ ഷൈഇ അവിടെ വഖഫ് ചെയ്യാതെ ചേർത്തോതുമ്പോൾ ആ ദീർഘം ഉണ്ടാവുകയില്ല. ഷൈഇൻ ഫമതാഉ. വീണ്ടും ഇഖ്ഫാ ഹഖീഖി വരികയാണ്. തൻവീൻ ശേഷം ഫ. ഇവിടെ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്, മറച്ചു മണിക്കുക. അപ്പോൾ 2 ഇഖ്ഫാകളാണ്, ഒന്ന് നൂനിൻ്റെത്, രണ്ടാമത്തെ തൻവീനിൻ്റെത്. من شيء فمتاع الحياة الدنيا. فمتاع الحياة الدنيا. ഐന് ഹായ് തുടങ്ങിയ അക്ഷരങ്ങളുടെയൊക്കെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവിൽ എല്ലാ അക്ഷരങ്ങളും ക്ലിയറായി അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. അദ്ദുനിയ എന്ന പദത്തിൽ സാക്കിനത്തായ നൂനും ശേഷം യാവും ഒറ്റ പദത്തിലാണ് വന്നിട്ടുള്ളത്. ഇൽഹാർ മുത്ലഖ് എന്ന ഹുക്മാണ് ഇവിടെ ഉണ്ടാവുക. ഇങ്ങനെ ഇൽഹാർ മുത്ലഖ് നൽകി സാക്കിനത്തായ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട അവസ്ഥ 4 പദങ്ങളിലാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അത് യാഇനും വാവിനും മുമ്പിൽ ഒറ്റ പദത്തിൽ വരുമ്പോൾ അതിൽപ്പെട്ട ഒരു പദമാണ് ദുനിയ, അദ്ദുനിയ. അതുപോലെ ബുനിയാൻ, ഈ 2 പദങ്ങളിലാണ് യാഇന് മുമ്പിലുള്ളതെങ്കിൽ സിൻവാൻ, ഖിൻവാൻ എന്നീ 2 പദങ്ങളിലാണ്. വാവിന് മുമ്പിൽ പരിശുദ്ധ ഖുർആനിൽ ഒറ്റ പദത്തിലായി സാക്കിനത്തായ നൂൻ വന്നിട്ടുള്ളത്. ഈ 4 പദങ്ങളിലും നൂനിനെ വെളിവാക്കുകയാണ് വേണ്ടത്, മണിക്കാൻ പാടില്ല എന്നർത്ഥം. ഈ വെളിവാക്കലിന്റെ പേരാണ് ഇൽഹാർ മുത്ലഖ്. فمتاع الحياة الدنيا وزينتها. വഖഫ് ചെയ്യുമ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കരുത്, സീനത്തുഹ എന്നൊന്നും കൂടുതൽ കേട്ടത്. ഇതുവരെയുള്ള എല്ലാ ഹർഫും എന്താണ്? ഇസ്തിഫാലിന്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഒന്നിനു പോലും തഫ്ഖീമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. എല്ലാം നേർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെരുപ്പിച്ച് ഉച്ചരിക്കാതെ സ്വരഭാരത്തോടെയുള്ള തഫ്ഖീം എന്ന അവസ്ഥ നൽകാതെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണെന്നർത്ഥം. വമാ ഇൻദല്ലാഹി
ഇൻദ സാക്കിനത്തായ നൂൻ ശേഷം ദാല് ഇഖ്ഫാ ഹഖീഖിയാണ്, മറച്ചു മണിച്ച് നൂനിനെ ഉച്ചരിക്കുക. ഇൻദ ഇൻദല്ലാഹി ഈ ഇഖ്ഫായിൽ ഇൻദ എന്നിങ്ങനെ വായ തുറന്നു പോകുന്നൊരവസ്ഥ വരരുത്. ഇൻദ കൈഫിയത്തുൽ ഇഖ്ഫാ നമ്മൾ തജ്വീദ് ക്ലാസ്സിൽ മുമ്പ് വിശദീകരിച്ചതാണ്, ഇനിയും വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. എന്താണ് ഇഖ്ഫായിന്റെ രൂപം, കൈഫിയ? അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്, തടിപ്പിച്ചുച്ചരിക്കുക. ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ. ഖൈറുൻ ഖാഇന് പൂർണ്ണമായ തഫ്ഖീം ഇസ്തിഅലാഇന്റെ അക്ഷരമാണ്. അതുപോലെ ഖൈറുൻ എന്ന റാഇനും തഫ്ഖീം, റാഇന്റെ തൻവീൻ ശേഷം വാവ് വന്നതുകൊണ്ട് ആ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. ഖൈറുൻ വഅബ്ഖാ. അബ്ഖാ അബ് എന്നതിലെ ബാഇന്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അബ്ഖാ എന്നതിലെ ഖാഫിന് തഫ്ഖീമാണ്. ആ ഖാഫിനെ ദീർഘിപ്പിക്കുന്ന അലിഫിനും തഫ്ഖീം. അലിഫ് മഖ്സൂർ എന്നാണ് ഈ അലിഫ് അറിയപ്പെടുന്നത്. ഈ അലിഫിനും തഫ്ഖീം കൊടുക്കണം. അപ്പോൾ അബ്ഖാ ചേർത്തോതുകയാണെങ്കിൽ വഅബ്ഖാ അഫലാ തഅഖിലൂൻ. അവിടെ മദ് മുൻഫസിൽ നൽകാൽ അനുവദനീയമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കാം. ചേർത്തോതുകയാണെങ്കിൽ വഖഫ് ചെയ്യൽ ജായിസ രംഗമാണ്, അവിടെ വഖഫ് ചെയ്യാം, അതാണ് ഉത്തമം. അല്ലെങ്കിൽ അവിടെ വഖഫ് ചെയ്ത് ബാക്കി എടുത്തോതാവുന്നതാണ്, അതാണ് ഏറ്റവും നല്ലത്. അഫലാ തഅഖിലൂൻ. തഅഖിലൂൻ എന്നതിലെ ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ഖാഫിന് കസ്റ ആയതുകൊണ്ട് ഇസ്തിഅലാന്റെ ഹർഫാണ്. അഫലാ തഅഖിലൂൻ. അഫമൻ വഅദ്നാഹു. അഫമൻ എന്ന സാക്കിനത്താനൂൻ ശേഷം വാവ് വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഫമൻ വഅദ്നാഹു. ദാലിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ചലിപ്പിക്കുക. വഅദ്നാഹു വഅദൻ ഹസന. വഅദൻ എന്നതിലെ തൻവീൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. വഅദൻ ഹസനൻ ഫഹുവ. ഹസനൻ എന്നതിലെ തൻവീൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം, വ്യക്തമാക്കി മണിച്ചുകൊണ്ട് ചരിക്കുക. ഹസനൻ ഫഹുവ. ഫഹുവ ലാഖീഹി. ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക, മക്സൂറത്തായതുകൊണ്ട് കസ്റ ഉള്ളതുകൊണ്ട്. ഫഹുവ ലാഖീഹി കമൻ മത്തഅനാ. കമൻ എന്നതിലെ സാക്കിനത്താനൂൻ ശേഷമുള്ള മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. കമൻ മത്തഅനാഹു മതാഅൽ ഹയാ. അവിടെ മത്തഅനാഹുവിലെ ഹാ, അതുപോലെ തൊട്ടു മുമ്പിൽ ലാഖീഹി എന്നതിലെ ഹാ. ഈ രണ്ട് ഹാ ളമീറുകൾക്കും ദീർഘം വരുന്നില്ല, തൊട്ടു മുമ്പിൽ സുക്കൂൻ ഉള്ളതുകൊണ്ട്. ദീർഘാക്ഷരങ്ങളായ യാ, മത്തഅനാഹു എന്നതിൽ അലിഫ്, ഇവയൊക്കെയും സാക്കിനത്തായതുകൊണ്ട് ഹാഇന് ദീർഘമില്ലാതെ ഉച്ചരിക്കുന്നു. അതും ശ്രദ്ധിക്കുക. മതാഅൽ ഹയാത്തിദ് ദുനിയ. വീണ്ടും അൽ ഹയാത്തിദ് ദുനിയ വന്നു. അദ്ദുനിയ എന്ന പദത്തിലെ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ മുത്ലഖ് നൽകി മണിക്കാതെ വെളിവാക്കുക. ثم هو يوم القيامة. ثم മീം മുശദ്ദദ, ശദ്ദ നൽകപ്പെട്ട മീമിനെ മണിക്കണം. 2 ഹറക്കത്തിന്റെ അളവിൽ ഗുന്ന നൽകുക. ഹുവ യൗമൽ ഖിയാമത്തി. ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക, ഇസ്തിഅലാന്റെ അക്ഷരമാണ്, എന്നാൽ കസ്റ ഉള്ളതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം. മിനൽ മുഹ്ദരീൻ. മിനൽ മുഹ്ദരീൻ. ضادന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക.
ഇസ്തിതാല എന്ന സിഫത്ത് പ്രത്യേകമായുള്ള അക്ഷരമാണ് ദ്വാദ്. നാവിന്റെ സൈഡിൽ നീളത്തിലാണ് അതിന്റെ ഉച്ചാരണം വരുന്നത്. മിനൽ മുഹ്ദരീൻ വയൗമ യുനാദീഹിം ഫയഖൂൽ വയൗമ യുനാദീഹിം ഫയഖൂൽ. യുനാദീഹിം എന്നതിലെ സാക്കിനത്ത് മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ഫായിന് മുമ്പിലാണ് എന്ന കാരണത്താൽ അവ്യക്തമാവാൻ സാധ്യതയുള്ള സന്ദർഭമാണ്. മീമ് ഷഫവിയാണ്, ഫാവും ഷഫവിയാണ്. ചുണ്ടിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുക. وَيَوْمَ يُنَادِيهِمْ فَيَقُولُ أَيْنَ شُرَكَائِي. അവിടെ റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കുക. ശുറകാഇ അല്ലദീന, ആ പദത്തിൽ വരുന്ന അലിഫിന്റെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും ആ അലിഫിനെ 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഒറ്റ പദത്തിൽ അലിഫും ശേഷം ഹംസയും ചേർന്നു വന്നതാണ് അതിനുള്ള കാരണം. ഐന ശുറകാഇ അല്ലദീന കുൻതും സാക്കിനത നൂൻ ശേഷം താ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. പദത്തിന്റെ അന്ത്യത്തിലെ സാക്കിനത മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. കുൻതും തസ്ഉമൂൻ എല്ലാ അക്ഷരങ്ങളും വ്യക്തമായി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾക്ക് മാത്രം തഫ്ഖീം കൊടുക്കുക, മറ്റക്ഷരങ്ങൾക്കെല്ലാം തർഖീഖ്. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയാ വസീനതുഹാ വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ അഫലാ തഅഖിലൂൻ. أفمن وعدناه وعدا حسنا فهو لاقيه كمن متعناه متاع الحياة الدنيا ثم هو يوم القيامة من المحضرين. ويوم يناديهم فيقول أين شركائي الذين كنتم تزعمون